ഹരേ കൃഷ്ണ, ഹരേ മാധവ, ഹരേ ഗോവിന്ദ. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗർഗഭാഗവതത്തിലെ അതിമനോഹരമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു യഥാർത്ഥ ഭക്തന് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദരേണുക്കളാണ് ബ്രഹ്മലോകത്തെക്കാളും ഇന്ദ്രപദവിയേക്കാളും യോഗസിദ്ധിയേക്കാളും ഒക്കെ വലുതായിരിക്കുന്നത്. ആചാരം, വയസ്സ്, വിദ്യ, കുലം, ധനം, പൗരുഷം, സൗന്ദര്യം ഇതൊന്നുമല്ല, ഭക്തി മാത്രമാണ് പ്രമാണം. അതിന് ഒരു ഉദാഹരണമായിട്ട് ഈ ഒരു കഥ കേൾക്കാം. ധർമ്മവ്യാധൻ എന്നു പറയുന്ന ഒരാൾക്ക് യാതൊരു ആചാര അനുഷ്ഠാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് മാംസവിക്രയമായിരുന്നു കുലത്തൊഴിൽ. മാംസം വിൽക്കുകയായിരുന്നു ജോലി. ഇനി ഭഗവാന്റെ മറ്റൊരു ഭക്തനെ എടുക്കുകയാണെങ്കിൽ, ധ്രുവന് 5 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. നക്രഗ്രഹണത്തിൽ നിന്ന് മുക്തി നേടുവാൻ ഭഗവാനെ പ്രാർത്ഥിച്ച ഗജേന്ദ്രന് എന്തു വിദ്യയാണ് ഉണ്ടായിരുന്നത്? കംസപുരിയിലെ കുബ്ജയ്ക്ക് എന്ത് സൗന്ദര്യമാണ് ഉണ്ടായിരുന്നത്? 3 വളവുകളുള്ള അവളുടെ പേരു തന്നെ കൂനി എന്നായിരുന്നില്ലേ? ധൃതരാഷ്ട്രാനുജനായ വിദൂരന് കുലമഹിമ വല്ലതും ഉണ്ടായിരുന്നുവോ? വെറും ദാസീപുത്രൻ മാത്രമായിരുന്നു അദ്ദേഹം. കംസവധത്തിനു ശേഷം മധുരാധിപനായി അഭിഷേകം ചെയ്യപ്പെട്ട ഉഗ്രസേനന് വലിയ പൗരുഷമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ഭക്തനായ സുദാമാവിനോ, കുചേലന് വല്ല ധനവും ഉണ്ടായിരുന്നോ? ഇതെല്ലാം എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ, ഭക്തി കൊണ്ടു മാത്രമേ ഭഗവാൻ പ്രസാദിക്കുകയുള്ളൂ. അദ്ദേഹം ഭക്തി കൊണ്ട് വശകനും ഭക്തപ്രിയനുമാണ്. എല്ലാവിധ ഭക്തികളിലും ശ്രേഷ്ഠമാണ് ഭഗവാനോടുള്ള പ്രേമഭക്തി. ഒരമ്മ കുഞ്ഞിനെ എന്ന പോലെ, കുഞ്ഞാണെങ്കിൽ അമ്മയെ എന്ന പോലെ, പതി പത്നിയെ എന്ന പോലെ വാത്സല്യം, സ്നേഹം, പ്രേമം എന്നിവയോടു കൂടിയ ഭക്തിയാണ് ഭഗവത് പ്രീതിക്ക് ഒരേയൊരു വഴി. നിഷ്കിഞ്ചനന്മാരും സ്വകർമ്മങ്ങൾ ഫലേച്ഛ കൂടാതെ ചെയ്യുന്നവരും ഹരിപദം നിരന്തരം ഭജിക്കുന്നവരും നിരപേക്ഷമായ അഹൈതുകമായ ഭക്തിയുള്ളവരുമായ സജ്ജനങ്ങൾക്ക് ഭഗവത് പാദരജസ് മാത്രമാണ് സുഖം നൽകുന്നത്. ഭഗവാന്റെ ആ പാദം മാത്രമാണ് നമ്മൾക്ക് സുഖം നൽകുന്നത്. മഹാത്മാവായ നാരദമുനി ഗോപികളുടെ കഥ വീണ്ടും തുടർന്നു. ഇനി മറ്റുള്ള ഗോപികകളുടെ കഥകൾ കൂടി കേട്ടുകൊള്ളൂ എന്ന് ബഹുലാശ മഹാരാജാവിനോടായി നാരദമുനി പറഞ്ഞുകൊണ്ട് രമാവൈകുണ്ഠവാസികൾ, ശ്വേതദ്വീപനിവാസിനികൾ, ഊർധ്വവൈകുണ്ഠവാസിനികൾ തുടങ്ങിയവരുടെ കഥയാണ് പറയാൻ പോകുന്നത്. നീതിവിത്ത്, മാർഗധൻ, ശുക്സൻ, പതാങ്കൻ, ദിവ്യവാഹനൻ, ഗോപേഷ്ടൻ ഇങ്ങനെ വ്രജത്തിൽ 6 വൃഷഭാനുക്കൾ ഉണ്ടായിരുന്നു. സാക്ഷാൽ ശ്രീഹരിയുടെ അനുഗ്രഹം കൊണ്ട് രമാവൈകുണ്ഠവാസികളും സമുദ്രകന്യകകളും ഊർധ്വവൈകുണ്ഠവാസിനികളും ലോകാചല നിവാസിനികളും അജിതപദവാസിനികളും ഷഡ്വൃഷഭാനുക്കളുടെ ഗൃഹങ്ങളിൽ അവരുടെ പെൺമക്കളായി പിറന്നു. ജന്മവാസനയാൽ അവർ ശ്രീകൃഷ്ണ ചരണാരവിന്ദങ്ങളെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് ഭഗവത് പ്രസാദത്തിനായി മാഘവ്രതം ആചരിച്ചു. വസന്താദ്രിയിൽ, അതായത് വസന്തമാസത്തിൽ, മാഘമാസത്തിലെ വെളുത്ത പഞ്ചമി നാളിൽ അവരുടെ ആ ഒരു പ്രേമത്തെ പരീക്ഷിച്ചറിയുവാനായി നമ്മുടെ ഭഗവാൻ അവരുടെ വീടുകളിലെത്തി. പുലിത്തോലും ജടാമകുടവും ഭസ്മലേപവുമായി ഒരു യോഗ്യവര്യനെ പോലെ വേഷം ധരിച്ചുകൊണ്ട് ഓടക്കുഴലൂതി ഭഗവാൻ അവരുടെ ആ വീടുകളുടെ മുന്നിലൂടെ നടക്കുകയായി. ഗോപീഗൃഹങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നടക്കുന്ന ആ യുവസന്യാസിയെ കണ്ട മാത്രയിൽ തന്നെ ഈ ഗോപികമാരെല്ലാവരും പ്രേമപരവശരായി തീർന്നു. അതിസുന്ദരനും തേജസ്സേറുന്ന മുഖപത്മത്തോടു കൂടിയവനുമായ ആ യുവയോഗി ഗോപികളുടെ മനം കവർന്നു. പ്രേമാതുരരായിത്തീർന്ന അവരന്യോന്യം പറഞ്ഞു, നന്ദാത്മജന്റെ ഛായയുള്ള ഈ ബാലയോഗി ഇവിടെ എങ്ങും ഇതുവരെ കണ്ടിട്ടില്ലാലോ. ധനികനായൊരു രാജപുത്രനാണിവൻ എന്ന് ലക്ഷണം കണ്ടാൽ അറിയാം. ഏതോ ഒരു സ്ത്രീയുടെ ദുർവാക്കുകൾ കേട്ട് വിരക്തനായി തീർന്നതാവാം അല്ലേ? എത്ര കോമളമായ രൂപമാണല്ലേ ഇവൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും. എങ്ങനെയാണ് ഇവനെ സന്യാസത്തിന് അനുവദിച്ചത് അല്ലേ? ആവട്ടെ, നമുക്ക് ഇവനോട് തന്നെ ചോദിക്കാം. ഇങ്ങനെ തമ്മിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്ന് വേഷം മാറി യുവയോഗിയായി വന്ന ഭഗവാനോട് ചോദിച്ചു തുടങ്ങി, ഹേ യുവയോഗിൻ, അങ്ങ് ആരാണ്?
എവിടെയാണ് അങ്ങയുടെ സ്വദേശം? എന്താണ് അങ്ങയുടെ പേര്? ഇത്ര ചെറുപ്രായത്തിൽ എന്തിനാണ് അങ്ങ് സന്യാസം വരിച്ചത്? എന്തൊക്കെയാണ് അങ്ങയുടെ സിദ്ധികൾ? ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമോ എന്നുള്ള ഗോപികമാരുടെ ആ തുരുതുര എന്നുള്ള ചോദ്യങ്ങൾ കേട്ട് ഒരു സന്യാസിയുടെ ഗൗരവം അഭിനയിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എൻ്റെ താമസം മാനസ സരസിൻ്റെ തീരത്താണ്. സ്വയം പ്രകാശൻ എന്നാണ് എൻ്റെ നാമധേയം. അന്നമോ ജലമോ കൂടാതെ ജീവിക്കുവാനും ഭാവി പ്രവചിക്കുവാനും എനിക്ക് സിദ്ധിയുണ്ട്. സത്സംഗത്തിനു വേണ്ടി ഞാൻ സഞ്ചരിക്കുന്നു ഹേ ഗോപിമാരെ. കഴിഞ്ഞ കാലവും വരാൻ ഇരിക്കുന്നതും ഞാൻ ദിവ്യദൃഷ്ടിയാൽ വീക്ഷിച്ച് കൃത്യമായി പ്രവചിക്കും. കൂടാതെ ഉച്ചാടനം, സ്തംഭനം, മാരണം, മോഹനതന്ത്രം, വശീകരണം എന്നീ പ്രയോഗങ്ങൾക്കുള്ള മന്ത്രങ്ങളും എനിക്കറിയാം. ഇത്രയും കേട്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയ ഗോപികമാർ പറഞ്ഞു, അങ്ങയ്ക്ക് ത്രികാലജ്ഞാനവും ദിവ്യമായ ചക്ഷുസും കണ്ണുകളും ഉണ്ടെന്ന് വരുകയിൽ ഞങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് അങ്ങയ്ക്ക് പറയാൻ സാധിക്കുമോ? എങ്കിൽ അങ്ങയ്ക്ക് ഈ വക സിദ്ധികൾ സ്വയത്തമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ തീർച്ചയായും എനിക്കറിയാം. പക്ഷെ ഓരോരുത്തരോടും സ്വകാര്യമായി പറയാം. നിങ്ങൾക്ക് നിർബന്ധമെങ്കിൽ പരസ്യമായി തന്നെ പറയാം. പക്ഷെ അതിന് നിങ്ങൾ അനുവാദം തരണം. ഇത് കേട്ട ഗോപികമാർ അത്ഭുതപ്പെട്ടു. അങ്ങ് പറഞ്ഞത് സത്യമാണ്. അങ്ങേക്ക് ത്രികാലജ്ഞാനമുണ്ട്. അങ്ങേക്ക് അധീനമായ വശീകരണ മന്ത്രം ഉപയോഗിച്ച് ഞങ്ങളുടെ മനസ്സിലുള്ള വസ്തു ഇവിടെ വരുത്തണം. എന്നാൽ മന്ത്രസിദ്ധിയെപ്പറ്റി ഞങ്ങൾക്ക് വിശ്വാസം വരും. അപ്പോൾ വീണ്ടും പറഞ്ഞു ഭഗവാൻ, നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ ദുർഘടമാണ്. എങ്കിലും ഞാൻ പറഞ്ഞു പോയതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നതാണ്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളെല്ലാവരും കണ്ണുകൾ അടച്ചു നിൽക്കുവിൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം സഫലമായി വരും. അങ്ങനെ ഗോപികൾ കണ്ണുകൾ അടച്ചു നിന്നപ്പോൾ ഭഗവാൻ എന്തു ചെയ്തുവെന്നോ സ്വന്തം രൂപം എടുത്തുകൊണ്ട് ഗോപികമാരുടെ മുൻപിൽ നിന്നു. അങ്ങനെ ഈ ഗോപികമാർ കണ്ണു തുറന്നപ്പോൾ തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു അതാ നന്ദനന്ദനൻ. ആ രൂപത്തെ ഹർഷത്തോടും ആശ്ചര്യത്തോടും കൂടി അവർ മോഹിതരായി നോക്കി നിന്നു. അങ്ങനെ മാഘമാസത്തിൽ തന്നെ പുണ്യമേറിയ വൃന്ദാവനത്തിൽ ആ ഗോപികമാരുമൊത്ത് ദേവേന്ദ്രൻ അപ്സരസുകൾ എന്ന പോലെ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ആ നൃത്തം രാസലീലകൾ ആടി. ഇനി ഭൂമി ഗോപികമാരുടെ ആ ചരിത്രത്തെക്കുറിച്ച് പറയാം, കേട്ടോളൂ. ഭീതിഹോത്രൻ, അഗ്നിബുക്ക്, സാമ്പൻ, ശ്രീകരൻ, ഗോപതി, ശ്രുതൻ, വ്രജേശൻ, പാവനൻ, ശാന്തൻ എന്നിങ്ങനെ വ്രജത്തിൽ ഉപനന്ദന്മാർ വസിച്ചിരുന്നു. ധനവാന്മാരും യശസ്വികളും സപുത്രവാന്മാരും ശീലഗുണസമ്പന്നന്മാരും ദാനപാരായണന്മാരുമായിരുന്നു ഉപനന്ദന്മാർ. ഈ ഉപനന്ദന്മാരുടെ ഗൃഹങ്ങളിലാണ് ഇവർ പുത്രിമാരായി ജന്മം കൈക്കൊണ്ടത്. അവരുടെ ഇടയിൽ ദിവ്യകളും അദിവ്യകളും ഉണ്ടായി. ഭൂമി ഗോപികൾ എന്ന് പ്രസിദ്ധിയാർജിച്ച അവർ രാധാറാണിയുടെ സഖികൾ കൂട്ടുകാരായി തീർന്നു. ഒരിക്കൽ രാധാഗൃഹത്തിൽ വെച്ച് ഹോളി ഉത്സവം ആഘോഷിക്കുവാൻ വന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ കോമളമായ രൂപം ദർശിച്ച ആ ഗോപികൾ രാധയോടായി പറഞ്ഞു, രാധേ, ഹോളികോത്സവം ആഘോഷിക്കുവാനായി നിന്റെ വീട്ടിൽ ഉപവനത്തിൽ വ്രജത്തിന് ഭൂഷണമായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഇതാ എത്തിയിരിക്കുന്നു. യൗവനം തുളുമ്പുന്ന തേജസ്സുറ്റ കണ്ണുകളും പീതാംബരവും വനമാലയും കാൽത്തളകളും കാലിക്കോലും മുരളികയുമായി ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിന്നെ കാണാനുള്ള കൗതുകത്തോടുകൂടി വന്നെത്തിയിരിക്കുന്നത് നീ അറിഞ്ഞില്ലേ രാധേ എന്ന് ഗോപികമാർ രാധാറാണിയോടായി പറഞ്ഞു. അങ്ങനെ മനം മയക്കുന്ന ഭംഗിയും കിരീടവും മകരകുണ്ടലങ്ങളും ഘടക കങ്കണാദികളും അണിഞ്ഞ ആ ശ്യാമസുന്ദരൻ രാസരംഗ കേളികളിൽ തൽപരനായി അകിൽച്ചാറും കുങ്കുമച്ചാറും നിറച്ച കുഴലുമായി നിന്റെ മേലെ ഈ വെള്ളം തെളിക്കുവാനാണ് വന്നിരിക്കുന്നത്. ഇത് ഫാൽഗുനമാസം എന്ന വ്യാജേന നീ അങ്ങോട്ടേക്ക് വരിക. ഉടനെ തന്നെ എഴുന്നേറ്റ് ഈ വെള്ളം നിറച്ച കുഴലുമായി രാധാദേവി ഭഗവാന്റെ അടുത്തേക്കായി ഇറങ്ങി. ഇനി ഇങ്ങനെയൊരു അവസരം കിട്ടിയില്ലെങ്കിലോ? അതുകൊണ്ട് ഭവതി ഇനി അഭിമാനം കൊണ്ടെങ്ങാനും ഇത് നഷ്ടപ്പെടുത്തരുത് എന്നും കൂട്ടുകാരികൾ പറഞ്ഞു. അങ്ങനെ രാധ അഭിമാനമെല്ലാം വെടിഞ്ഞ് സഖിമാരുമൊത്ത് ഹോളി ഉത്സവത്തിൽ പങ്കുചേർന്നു. ചന്ദനം, അകില്, കസ്തൂരി മഞ്ഞൾ, കുങ്കുമം മുതലായത് കലക്കിയ ആ വെള്ളം കൊണ്ട് വ്രജസുന്ദരിമാർ
അതിഗംഭീരമായി ഹോളി ആഘോഷിച്ചു. പിന്നീട് കൈകൾ ചുവന്നും മഞ്ഞ വസ്ത്രങ്ങളും ഇളകി കളിക്കുന്ന നൂപുരങ്ങളും അണിഞ്ഞ മനോഹരമായ ഹോളികാഗീതം പാടിയും അന്യോന്യം ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും വെള്ളം ഒഴിച്ചുമെല്ലാം അവർ ഹോളി കളിച്ചു തന്നെ രസിച്ചു. കയ്യിൽ ചുവന്ന അകിൽ പൊടി എടുത്ത് എറിഞ്ഞുകൊണ്ട് ഭൂമിയുടെ ദിക്കുകളും ചുവപ്പ് വർണ്ണം ആക്കി തീർത്തു. അതിനുശേഷം കോടിക്കണക്കിലുള്ള ഗോപിമാർ സുഗന്ധിയായ ചുവപ്പ് പൊടി വിതറിക്കൊണ്ട് വീണ്ടും വീണ്ടും ഹോളി കളിച്ചു. അങ്ങനെ എല്ലാവരും ചേർന്ന് അവസാനം ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ കൈകൾ കടന്നു പിടിച്ചു. ശ്രാവണസന്ധ്യയിലെ മിന്നലൊത്ത മേഘം പോലെ അവരവിടെ പരിലസിച്ചു കൊണ്ടേയിരുന്നു. എത്ര ഗോപികമാരുണ്ടോ അത്രയും രൂപം കൈക്കൊണ്ടുകൊണ്ട് ഭഗവാൻ അവരുടെ കൂടെ ആ ഹോളി ആഘോഷിച്ചുകൊണ്ട് രാസലീലകൾ ആടിക്കൊണ്ട് ഭഗവാൻ അവരുടെ കൂടെ വിരാജിച്ചു. വർഷകാല സന്ധ്യകളിലെ മേഘവും മിന്നലും എന്ന പോലെ രാധാകൃഷ്ണന്മാർ ആ ഗോപീ സമൂഹത്തിൽ ശോഭിച്ചു നിന്നു. അടുത്തതായി രാധയാൽ കണ്ണിൽ അഞ്ജനം എഴുതിക്കപ്പെട്ട ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ഉത്തരീയം രാധയ്ക്കു നൽകിക്കൊണ്ട് നന്ദഗോപൻ്റെ ആ ഗൃഹത്തെ പ്രാപിച്ചു. ആ സമയത്ത് ദേവകൾ പുഷ്പവൃഷ്ടി നടത്തുകയായി. ഇനി ദേവാംഗന ഗോപികളുടെ കഥയുമായി വീണ്ടും കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ ശരണം.